എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറയാം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, എന്താണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്? ധാരാളം രക്തരോഗങ്ങളുണ്ട്. എനിക്ക് വന്നത് ലുക്കീമിയ, പിന്നെ ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ, അപ്ലാസ്റ്റിക് അനീമിയ, തലാസീമിയ, ഇതെല്ലാം രക്തരോഗങ്ങളാണ്. ഇങ്ങനെയുള്ള രക്തരോഗങ്ങൾ വന്നു കഴിയുമ്പം മജ്ജയ്ക്ക് തകരാറുകൾ സംഭവിക്കും. ആ തകരാറുകൾ മാറ്റി പുതിയ മജ്ജ, അതായത് ബോൺ മാരോ, ആ മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. രക്തത്തിലെ ഘടകങ്ങളാണല്ലോ WBC, RBC, പ്ലേറ്റ്ലെറ്റ് തുടങ്ങിയവ. WBC അണുബാധയെ തടയുന്നു. RBC ഓക്സിജനും പോഷണവുമാണ്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കാതെ സഹായിക്കുന്നു. ഈ WBCയും പ്ലേറ്റ്ലെറ്റിലും ചിലപ്പം ക്രമാതീതമായിട്ട് വളരാം. WBC 4000 നോർമൽ. അത് ചിലപ്പോൾ കൂടുതൽ 11,000 വരെ ആകാം. അത് ചിലപ്പം വളരെ കൂടുതലായിട്ട് വരാം. പ്ലേറ്റ്ലെറ്റ് വളരെ കുറഞ്ഞു പോകാം, ചിലപ്പോൾ കൂടിപ്പോകാം. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ബോൺ മാരോ ആസ്പിറേഷനിലൂടെ രോഗം തിരിച്ചറിയുകയും തുടർന്ന് കീമോയിലൂടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും, കീമോയിലൂടെ ക്യാൻസർ കോശങ്ങൾ മാത്രമല്ല നല്ല കോശങ്ങളും നശിക്കുന്നുണ്ട്. എങ്കിലും അസുഖം മാറാൻ അതല്ലേ വഴിയുള്ളൂ. അപ്പം ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ആ നശിപ്പിച്ചതിന് ശേഷം മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. കേൾക്കുമ്പോൾ ഈസിയാണല്ലേ? അത് 2 തരത്തിലുണ്ട് ട്രാൻസ്പ്ലാന്റ്. ഒന്ന്, നമ്മുടെ, അതായത് രോഗിയുടെ മജ്ജ തന്നെ എടുത്ത് ട്രീറ്റ് ചെയ്ത് തിരിച്ച് അത് തന്നെ കൊടുക്കുന്നു. രോഗിയുടെ മജ്ജ എടുത്തിട്ട് അത് ട്രീറ്റ് ചെയ്ത് തിരിച്ച് അത് തന്നെ കൊടുക്കുന്നു. രണ്ടാമത്, സിബ്ലിങ്സ്, സഹോദരന്മാരുടെയോ സഹോദരിയുടെയോ അതല്ലെങ്കിൽ മാച്ചിങ് ഉള്ള ഡോണറിൻ്റെയോ മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഡോസ് കീമോയാണ് തരുന്നത്. ഹൈ ഡോസ് കീമോയിലൂടെ WBC, പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം 0 ആക്കും. എല്ലാം 0 ആക്കിയിട്ട് മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് IV വഴിയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് IV വഴിയാണ്. ബ്ലഡ് കയറ്റുന്നത് പോലെ. പ്രൊസീജിയർ സിമ്പിളാണ്. ബ്ലഡ് കയറ്റുന്നത് പോലെ IV വഴി പിക്ക് ലൈനിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് മജ്ജ തരുന്നത്. ആ മജ്ജ പിന്നെ പുതുതായി കിളിർത്തു വരണം. അത് ശരീരത്തിൽ വളരണം. WBC ആയും പ്ലേറ്റ്ലെറ്റ് ആയും HB ആയും RBC ആയും ഒക്കെ ആ മജ്ജ വളർന്നു വരണം, നല്ലതായിട്ട് വളരണം. അവിടെയാണ് ഇതെല്ലാം 0 ആക്കി ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇൻഫെക്ഷൻ വരാൻ വളരെ സാധ്യതയാണ്. ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു പ്രധാന റിസ്ക് എന്ന് പറയുന്നത് ഈ ഇൻഫെക്ഷൻ വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ വന്നില്ലെങ്കിൽ പേടിക്കണ്ട. പിന്നെ മാച്ച് ചെയ്യുന്ന മജ്ജയായിരിക്കണം. അങ്ങനെ നമ്മൾ
ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മൾ അവിടെ ആ ICUയിൽ നമ്മുടെ ബൈസ്റ്റാൻഡറും കൂടെ കാണും. അവിടെ നമ്മൾ കുറച്ച് ദിവസം താമസിക്കണം. നമ്മുടെ WBC, പ്ലേറ്റ്ലെറ്റ്, HB ഒക്കെ ഓക്കെ ആവണം. പനി വരാതിരിക്കണം, ഇൻഫെക്ഷൻസ് വരാതിരിക്കണം. അങ്ങനെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മൾ വീട് റെൻറ്റിനെടുത്ത് താമസിച്ച് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ക്രമമായി ഉയർത്തെഴുന്നേറ്റ് വരണം. എൻ്റെ രണ്ടാമത്തെ കീമോയിൽ ഞാൻ നെഗറ്റീവായി കഴിഞ്ഞപ്പം ഡോക്ടർ എനിക്ക് ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്തു. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. വളരെ ചിലവാണ് ട്രാൻസ്പ്ലാന്റിന്. അതിനെക്കാട്ടിലും സാമ്പത്തികം ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തും സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റിലും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന് സഹായം കിട്ടും. അതിലൊക്കെ പ്രധാനമാണ് ഇൻഫെക്ഷൻ വരാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനൊരു തീരുമാനമെടുത്തു ട്രാൻസ്പ്ലാന്റ് വേണ്ടാന്ന്. പക്ഷേ അത് ഒരു ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അതാണ് ശരി. ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. വളരെ പ്രതീക്ഷയാണ്. കൊച്ചുകുട്ടികൾക്ക് ഒത്തിരി പേർക്ക് മാറുന്നുണ്ട് ട്രാൻസ്പ്ലാന്റിലൂടെ, മാറുന്നുണ്ട്. ചിലർക്ക് അസുഖം വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെങ്കിൽ പലർക്കും മാറുന്നുണ്ട്. ഞാൻ എൻ്റെ ആ ഒരു നല്ല ഏജിൽ ഞാനങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റിലൂടെ ഇത്രയും സാമ്പത്തികം മുടക്കി ചെയ്തിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ കുടുംബവും കടമാകും. ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. പക്ഷേ കൊച്ചുകുട്ടികളോടും 30-40 വയസ്സുള്ളവരോടൊക്കെ ഞാൻ പറയും എപ്പോഴും ട്രാൻസ്പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളത് ചെയ്യണം. സാമ്പത്തികം നോക്കണ്ട. കാരണം പല രീതിയിൽ അത് ചെയ്യാനുള്ള സാമ്പത്തികം കിട്ടും, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടും അസുഖം വരുമോ എന്ന് ചോദിച്ചാൽ വന്നതും കണ്ടിട്ടുണ്ട്, സക്സസ് ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. രണ്ടും കണ്ടിട്ടുണ്ട്. അതൊരു വലിയ റിസ്ക്കുള്ള പേടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. IV വഴിയാണ്, ബ്ലഡ് കയറ്റുന്നത് പോലെയാണ് കയറ്റുന്നത്. അതിന് പിന്നെ ഒരു 10-15 ദിവസം കൊണ്ടാണ് ആ ഹൈഡോസ് കീമോയിലൂടെ ഇതെല്ലാം 0 ആക്കി IV-യിലൂടെ ബ്ലഡ് കയറ്റുന്നത് പോലെ ബ്ലഡിലൂടെയാണ് ആ മജ്ജയും കയറുന്നത്. അത് പിന്നെ നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ട് അത് നമ്മുടെ ചീത്ത കോശങ്ങളൊക്കെ നശിച്ചല്ലോ, പുതിയ നല്ല കോശങ്ങൾ ബ്ലഡിലുണ്ടായി വരണം. ഉണ്ടായി ഇൻഫെക്ഷൻ വരാതെ അത് സക്സസ് ആയാൽ നല്ലൊരു കാര്യം തന്നെയാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.